കരുണൻ. പേരിൽ കരുണയുണ്ടെങ്കിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മിഥ്യയെ കാക്ഷിക്കുന്ന നീച്ച ഹൃദയമുള്ളവൻ. എന്തിന്? നിന്റെ നോട്ടത്തിൽ പോലും ഈ ഭൂമിയെ ദഹിപ്പിക്കാനുള്ള ദാഹം നിറഞ്ഞു നിൽക്കുന്നു. എന്തേ നീ വൈകിയത്? ഏഴുമലൈച്ചാത്ത എത്തി. നീ പറഞ്ഞ എന്റെ പിന്തുടർച്ചക്കാരൻ. നേരം പുലരാൻ ഇനി 9 നാഴിക മാത്രം. സൂര്യോദയം കാണും മുൻപ് എന്റെ ഉൾക്കാഴ്ചയിൽ കണ്ട ദൗത്യം എനിക്ക് പൂർത്തീകരിക്കണം. നിന്റെ യാത്രയിൽ നിന്നെ സംഹരിക്കാനുള്ള അവളുടെ തന്ത്രങ്ങൾ നിഗ്രഹിച്ച് നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചു. എന്തിനാണെന്നറിയാമോ? നിന്നെ എനിക്ക് വേണം. മനുഷ്യന് നന്മയും തിന്മയും പ്രവർത്തിക്കാൻ ഒരു ജന്മം മാത്രമേ സൃഷ്ടി അനുവദിക്കൂ. ആഗ്രഹങ്ങൾക്ക് വിഘ്നം വരുത്തി സംഹരിച്ചാൽ പ്രാണൻ വെടിയുന്ന ശരീരത്തിലെ ആത്മാവ് അടങ്ങിയിരിക്കില്ല. കണ്ടില്ലേ? അടങ്ങാത്ത പകയാണ് അവൾക്ക്. നിന്റെ ജീവനാണ് ലക്ഷ്യം. അങ്ങ് എന്നെ രക്ഷിക്കണം. എനിക്ക് ജീവിക്കണം. നിന്റെ രക്ഷയും മാർഗവും നാം മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ നീ എന്നിൽ നിന്ന് പലതും മറയ്ക്കുന്നു. കാപട്യം നിറഞ്ഞ നിന്റെ മനസ്സിനെ നീ തുറക്കൂ. പറയൂ, എന്തിനീ കപടവേഷം ധരിച്ചു? നിന്റെ ഈ പൊയ്മുഖം വലിച്ചത്? എന്നെ രക്ഷിക്കണം. ഞാൻ ചെയ്തതെല്ലാം തെറ്റുകളാണ്. പക്ഷേ കീഴടങ്ങാൻ മനസ്സ് വരുന്നില്ല. എനിക്ക് നേടണം. ഒരു ജന്മം കൊണ്ട് നേടാൻ കഴിയുന്നതൊക്കെ എനിക്ക് നേടണം. നിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് ഒരു തുള്ളി രക്തം ഈ ചാത്തിന് നൽകൂ. ഏഴുമലൈച്ചാത്തിന്റെ പ്രീതി സമ്പാദിച്ചിരിക്കുന്നു. ഇനിയെല്ലാം പറയൂ, തുറന്നു പറയൂ. പറയാം, എല്ലാം പറയാം. മനസ്സും ശരീരവും കുലദൈവത്തിൽ അർപ്പിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന നന്മ നിറഞ്ഞവരുടെ ഒരു കൊച്ചു ഗ്രാമം. അതായിരുന്നു കുടവള്ളൂർ. അത് ശരി, പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ? സമയമില്ല അച്ഛനെ, പോയിട്ട് വേറെ പണിയുണ്ട്. കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം, അന്ന് ചൂള മുടക്കാം.
ക്ഷമ ലേശമില്ല. ലേശം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. എന്ത് ചുമ ചുമയല്ല ക്ഷമ ക്ഷമ. അത് മാറിയിട്ടില്ല. ഈശ്വരനിൽ വിശ്വസിക്കുക, അതുമില്ല. പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും? ആ പണ്ടെന്റെ ചിറ്റമ്മ തൂങ്ങിച്ചത്ത കാര്യം പറയണ. ആ മനസ്സിലായി. അതല്ല, ആന ചവിട്ടിക്കൊന്നില്ലേ, മനഃപൂർവ്വം കൊല്ലിച്ചതാ. ആര് പാപ്പാനാ? വല്ലവനൊന്നും മിണ്ടാണ്ടിരിക്കുക. ഔ, ആദ്യം അസത്തിനോട് മിണ്ടായിരിക്കാൻ പറ. താനിവിടെ ഇരുന്നോളൂ. എന്താണ് ഇത്? ചെത്തിപ്പൂ. ഒറ്റടി. ഉത്സവം മുടക്കിച്ചതാ. ആര്? സാക്ഷാൽ ദേവി തന്നെ. എന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നിഷേധിയാണല്ലേ, അങ്ങനെ കുറച്ച് മാറിയിരിക്കാം. അടുത്തേക്ക്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് മാറിയിരിക്കാം. ഇവിടെ ഇരി. ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും, മരണങ്ങൾ സംഭവിക്കും. ദേവി, വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ച് മരിച്ചില്ലേ? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സർക്കിളിൽ എനിക്കറിയാം. അന്യപുരുഷനെ സ്നേഹിച്ചതിന്റെ പേരില ആ കുട്ടി മരിച്ചത്. ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒന്നും മിണ്ടാണ്ടിരിക്കുക. അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ? ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ? വേണമെങ്കിൽ അത് കൊടുക്കാം. ദാ. ആ കുട്ടി മരിച്ചതിന് ശാപം 7 തലമുറ പിന്തുടരും. എത്ര? 7. 1 2. അപ്പൊ ഞാൻ പെടില്ല. എന്താ? ഞാൻ 8ാമതാണ്. നീ ഒന്നും മിണ്ടാതിരി. ഇനി എന്താ പ്രതിവിധി? ഇപ്പൊ പറയാ. ശുക്രൻ ഓ കവടി. നീ അല്ല, അങ്ങനെ നോക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല. എങ്കിലും ഒരാൾ വരും, ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ. ഒരു പച്ച ഷർട്ട് ഇട്ട ആളാണോ? അല്ല. ചോപ്പ്? എന്തിനാ? ചോപ്പ് ഷർട്ട് വീട്ടിലുണ്ടേ. ഓ എടാ, പച്ചയും ചുവപ്പും ഒന്നും അല്ല. ഓ എന്നാ തന്നെ പോലെ ഷർട്ട് ഇടാത്ത കഷ്ണിക്കാരനായിരിക്കും. ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും. അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ നിറയും. അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കുഷ്ണേ വീട് മാറിപ്പോടാ. വാ. ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ ആഴത്ത് കൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവല് കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഗം പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലതാ. മഹാഭാരതത്തിലെ കർണനാടാ. കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കോടാ. വല്ലപേട്ടന്റെ വിശാല മനസ്സിനെ നീ മനസ്സിലാക്കണം. സോറി വല്ലപേട്ട. നോക്കണേ, വല്ലപേട്ടന്റെ വിശാല മനസ്കഥ മനസ്സിലായി. ഈ വല്ലപേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ധൈര്യശാലിയായിട്ട് ഞാനിവിടെ ഉണ്ടാ ഇവിടെ. നിക്ക്. നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരാടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. നേരത്തെ വരരുത്. ഞാൻ വരില്ലേ? അപ്പൊ ശരി, കാലത്ത് കാണാം. വാഴ പാടാത്ത ഭാര്യയും പാടും എന്റെ വല്ലഭന്റെ നേരിൽ കണ്ട. ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാമ്പു വന്നെ.